ഹായ് നമസ്കാരം. ഞാൻ അഖിൽ, സോപാന ബിൽഡേഴ്സ്, പത്തനംതിട്ട. ഈ ആഴ്ച മുതൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് ആദ്യം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, ഇപ്പം എന്നോടൊക്കെ എല്ലാവരും പെട്ടെന്ന് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ എലിവേഷൻ ഫ്രണ്ട് നല്ല അടിപൊളിയായിരിക്കണം, പിന്നെ പെയിൻറ്റിങ് സൂപ്പർ ആയിരിക്കണം എന്നൊക്കെയാണ് ആദ്യമേ എല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഒരു ഭംഗി കൊണ്ട് മാത്രം ഒരു വീട്ടിൽ നമുക്ക് സന്തോഷപ്രദമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പല വീടുകൾ പോയി കാണണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ കുറേ പ്ലാനുകളൊക്കെ നമ്മൾ റെഫർ ചെയ്യണം. റെഫർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ തീരുമാനം എടുക്കേണ്ടത്, എൻ്റെ വീട്ടിൽ ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നുള്ളൊരു തീരുമാനം ആദ്യം എടുക്കണം. അതിനുശേഷം നമ്മൾ ആ വീട്ടിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്, ഫങ്ഷണാലിറ്റിയാണ് മെയിൻ. ഒരു വീട്ടിൽ നമുക്ക് ആവശ്യമുള്ളത് ഫങ്ഷണാലിറ്റിയാണ്. നമ്മുടെ വീട്ടിൽ എത്ര മെമ്പറുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയുണ്ട്, അതിനൊക്കെ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ വീട് പ്ലാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ഒരുപാട് ഏരിയ അല്ലെ സ്ക്വയർ ഫീറ്റ് കൂട്ടി നമ്മളൊരു പ്ലാൻ വരച്ചു, എല്ലാ ഭാഗവും നല്ല വലിപ്പത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്ലാൻ വരച്ചു. നമുക്ക് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, കിച്ചണിൽ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലോട്ട് ദൂരം ഒരുപാടുണ്ടെങ്കിൽ അത് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കുന്നിടത്തേക്ക് ഫുഡ് കൊണ്ടുവരാൻ, അത്രയും ദൂരം നടക്കണം. അപ്പൊ എപ്പോഴും കിച്ചണും ഡൈനിങ്ങും അടുത്തായിരിക്കണം. അതുപോലെ തന്നെ കിച്ചണിന്റെ ഒരു ഫംഗ്ഷൻ, കിച്ചൺ എന്ന് പറയുമ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ എപ്പോഴും ഒരു കിച്ചൺ തന്നെയാണ് നല്ലത്. എല്ലാ ഫംഗ്ഷനുമുള്ള ഒരു കിച്ചൺ ആണെങ്കിൽ ആ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ എല്ലാവർക്കും അതിൽ എപ്പോഴും വർക്ക് ചെയ്യാൻ അവർക്ക് ഈസി ആയിരിക്കും. ഈ വർക്ക് ഏരിയ എന്ന് പറയുന്ന സാധനം ഇച്ചിരി ദൂരെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം നമുക്ക് നടക്കേണ്ടതായിട്ട് വരും. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അതേസമയം ഒരു കിച്ചണിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി, നമ്മുടെ അടുപ്പ് ഉൾപ്പെടെ ഉൾപ്പെടുത്തി, ഇപ്പം അടുപ്പ് കത്തിക്കുന്നത് കുറവാണ്, എന്നാൽ തന്നെയും നമ്മൾ എല്ലാ ഫംഗ്ഷനും ഉൾപ്പെടുത്തി ഒരു കിച്ചൺ ആക്കി തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും, അവർക്ക് അസുഖങ്ങൾ കുറഞ്ഞിരിക്കും. പിന്നെ ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ നമ്മൾ എപ്പോഴും വർക്ക് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാക്കണം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ ഡിസൈൻ ചെയ്യുമ്പോഴും, ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്യുമ്പോഴും, ബാത്റൂമുകൾ ഡിസൈൻ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു അളവും കാര്യങ്ങളും കൊടുത്ത് മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി അതിന് എത്രത്തോളം കാര്യങ്ങൾ, എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് നമ്മൾ വീട് പ്ലാൻ ചെയ്യണം എപ്പോഴും. അതുപോലെ തന്നെ വീട്ടിൽ കാറ്റും വെളിച്ചവും നല്ലപോലെ കിട്ടുന്ന രീതിയിലായിരിക്കണം വെന്റിലേഷൻസ് വെക്കുന്നത്. ഇപ്പൊ പകൽ സമയത്ത് നമുക്ക് ലൈറ്റ് ഇടാതെ തന്നെ വെട്ടം കിട്ടുക, അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം കിട്ടുക, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ഒരു വീട് പ്ലാൻ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഇപ്പം ഡിസൈന് വേണ്ടി ഇപ്പം കൂടുതലായിട്ട് ഇപ്പം ഞാനും ചെയ്യുന്നുണ്ട്, ഈ കണ്ടംപററി ഡിസൈനുകൾ ഒരുപാട് കയറ്റി വീട് നല്ല ഷോ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയാറുണ്ട്. നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ 3D ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പറയും നല്ലതാണ്, അടിപൊളിയാണെന്ന് പറയും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം, നമ്മളൊരു ഡിസൈന് വേണ്ടി കൊടുക്കുന്ന ഡിസൈനിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഭാഗം എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം ഒലിച്ച് വീഴുന്നു, പിന്നീട് അത് നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പെയിന്റ് അടിക്കേണ്ടതായിട്ട് വരുന്നു. ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വീട് പാല് കാച്ചുന്ന ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തേന് എല്ലാവരും വന്നിട്ട് നല്ലതാണ്, അടിപൊളിയാണെന്ന് പറയും. പക്ഷെ ഇതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് എപ്പോഴും വീട്ടിലെ ഒരു ഫങ്ഷണാലിറ്റിയാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. അതനുസരിച്ച് ഡിസൈൻ ചെയ്ത് വീടിന്റെ എലിവേഷൻ ഒരു മിനിമം റേഞ്ചിലുള്ള ഡിസൈനും കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കൂടാതെ തന്നെ നമ്മൾ എപ്പോഴും ഇപ്പം ചെലവുകൾ, എല്ലാവരും പറയും ചെലവ് കൂടുതലാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം നമുക്ക് വേണം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെലവിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുക. ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച്, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം, ഇപ്പം ഒരുപാട് ക്ലാഡിങ് ടൈൽസുകളൊക്കെ വരുന്നുണ്ട് മിക്ക വീടിന്റെ ഡിസൈനിലും, അതിനെ ഒഴിവാക്കിയിട്ട് നമ്മളവിടെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ചെലവ് കുറയും. അപ്പം ഫ്ലോറിലേക്കുള്ള ആവശ്യമുള്ള ടൈലുകളെല്ലാം ബ്രാൻഡഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കുറയും.
അപ്പൊ അങ്ങനെ ഉള്ള രീതിയിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് കാര്യമായിട്ടെല്ലാം ചിന്തിച്ച് വേണം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യാനും ഒരു പണി ചെയ്യാനുമായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.